ഹലോ ഫ്രണ്ട്സ്, കൈ നിറയെ അവസരങ്ങളുമായി നമ്മളുടെ കേരള പി എസ് സിയുടെ ന്യൂ ഇയർ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിനകത്ത് പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഉണ്ട്, WCP ഉണ്ട് തുടങ്ങി നിരവധി പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ PSC പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പോലീസിലെ പോലീസ് കോൺസ്റ്റബിൾ ആണ്. അതായത് CPO പരീക്ഷയാണ്. നമ്മുടെ നിരവധി കൂട്ടുകാർ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് CPO പരീക്ഷ. സിവിൽ പോലീസ് ഓഫീസർ അഥവാ പോലീസ് കോൺസ്റ്റബിൾ ആണ് പരീക്ഷ വരുന്നത്. അപ്പം ഇതിൻ്റെ ഗസറ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 15/12/2025, അതായത് ഇന്നു മുതൽ 14/1/2026 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പോലീസ് കോൺസ്റ്റബിളിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 563/2025 ആണ്. ഇനി നമുക്ക് ഏതൊക്കെ ബറ്റാലിയനിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചതെന്ന് നോക്കാം. നമുക്ക് തിരുവനന്തപുരത്തെ സാപ്പ് ബറ്റാലിയൻ, അതുപോലെ തന്നെ KAP3 പത്തനംതിട്ട, KAP5 ഇടുക്കി, KAP1 എറണാകുളം, KAP2 തൃശ്ശൂർ, അതുപോലെ തന്നെ MSP മലബാർ സ്പെഷ്യൽ പോലീസ് മലപ്പുറം, അതുപോലെ തന്നെ KAP4 കാസർഗോഡ് എന്നീ ബറ്റാലിയനുകളിലേക്കാണ് വിളിച്ചത്, നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. നമുക്കറിയാം കേരള PSCയിൽ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ് സിവിൽ പോലീസ് ഓഫീസർ. അപ്പം അതിൻ്റെ സ്കെയിൽ ഓഫ് പേ, അതായത് സ്കെയിൽ ഓഫ് പേ വരുന്നത് 31,000 മുതൽ 66,800 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നല്ലൊരു തസ്തികയാണ്. അപ്പോൾ ഫോഴ്സിനൊക്കെ പരീക്ഷയ്ക്ക്, അതായത് +2 കഴിഞ്ഞിട്ട് +2 ക്വാളിഫിക്കേഷനുള്ള ഫോഴ്സിനൊക്കെ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നല്ലൊരു പോസ്റ്റ് തന്നെയാണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ബറ്റാലിയനുകളിലേക്കാണ് നമുക്ക് ഇപ്പം PSC നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, സാപ്പ് തിരുവനന്തപുരം റവന്യൂ ഡിസ്ട്രിക്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ KAP3 വരുന്നത് കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട റവന്യൂ ഡിസ്ട്രിക്റ്റുകളാണ് KAP3 വരുന്നത്. അപ്പം KAP3യിൽ അപ്ലൈ ചെയ്യാൻ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ടയൊക്കെ ഉള്ളവർക്ക് KAP3യിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ KAP5 കോട്ടയം, ഇടുക്കി റവന്യൂ ഡിസ്ട്രിക്റ്റിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ KAP1 എറണാകുളം റവന്യൂ ഡിസ്ട്രിക്റ്റ്, കൊച്ചി സിറ്റി, എറണാകുളം ഒക്കെയാണ് KAP1ൽ വരുന്നത്. KAP2 തൃശ്ശൂർ, പാലക്കാട് റവന്യൂ ഡിസ്ട്രിക്റ്റാണ് വരുന്നത്. MSP വരുന്നത് മലപ്പുറം, കോഴിക്കോട് റവന്യൂ ഡിസ്ട്രിക്റ്റുകളാണ് MSP വരുന്നത്. KAP4ൽ കണ്ണൂർ, വയനാട്, കാസർഗോഡ് റവന്യൂ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. പിന്നെ നമുക്ക് നിങ്ങൾക്കറിയാവുന്നതായിരിക്കുമല്ലോ, ഏതെങ്കിലും ഒരു ബറ്റാലിയനിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീടിനോട് ചേർന്ന് അനുയോജ്യമായ ഒരു ബറ്റാലിയനിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത് ബറ്റാലിയൻ വൈസ് തന്നെ. പിന്നെ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള, അതായത് ജനറൽ കാറ്റഗറിയാണ്. അപ്പോൾ ജനറൽ കാറ്റഗറി എടുത്ത് പറയുന്നുണ്ട് ബോൺ ബിറ്റ്വീൻ 2/1/1999 മുതൽ 1/1/2007 വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ജനറൽക്കാണേ. അപ്പോൾ നോക്കി വെച്ചോളൂ. ഏജ് ലിമിറ്റ് CPOയുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ 2/1/1999 മുതൽ 1/1/2007 ഇതിനിടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ജനറൽ കാറ്റഗറി. OBC ആണെങ്കിൽ 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. OBCക്ക് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ SC STക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ 41 വയസ്സ് വരെ എക്സ് സർവീസ് മാനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ +2 ആണ് കേട്ടോ. +2 ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഒരു കാര്യം ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈറ്റ് മിനിമം 168 സെൻറ്റിമീറ്റർ വേണം കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഹൈറ്റ് മിനിമം 168 സെൻറ്റിമീറ്റർ വേണം. ചെസ്റ്റ് മിനിമം 81 സെൻറ്റിമീറ്ററും, അതുപോലെ തന്നെ മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ ഹൈറ്റ് 168 വേണമെന്നൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഏജ് ക്രൈറ്റീരിയ ഒക്കെ ഉള്ളവർ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ബറ്റാലിയനിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ബറ്റാലിയനിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞതാണ്, ഒരു സജഷൻ പറഞ്ഞതാണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള നിങ്ങളുടെ ജില്ല ഉൾപ്പെടുന്ന ബറ്റാലിയൻ തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. അതായത് ഫിസിക്കലും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ അതൊക്കെ ബെറ്റർ ആയിട്ട് വരുന്നത് അത് തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിളുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് പറയാനുള്ളത്. നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു തസ്തിക നോക്കാം. അടുത്ത തസ്തിക എല്ലാ കൂട്ടുകാരും നോക്കിക്കൊണ്ടിരുന്ന ഒരു തസ്തികയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, നമ്മുടെ VFA തസ്തിക. അപ്പോൾ VFAയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പം PSC പുറത്തു വിട്ടിട്ടുണ്ട്. ഇന്നു മുതൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 14/1/2026 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ 571/2025 ആണ്. VFA തസ്തിക അറിയാലോ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു തസ്തികയാണ്. പിന്നെ അതിൻ്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുമ്പോൾ 23,700 മുതൽ 52,600 വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത്. ഇതൊരു ജില്ലാ തലത്തിലുള്ള ഒരു എക്സാമാണ്.
14 ജില്ലകളിലും പരീക്ഷയുള്ളത്. അതായത് നമ്മുടെ LDC പരീക്ഷ എഴുതുന്ന പോലെ ജില്ലാ തലത്തിൽ നടക്കുന്ന ഒരു എക്സാമാണ്, ഡിസ്ട്രിക്ട് വൈസിൽ നടക്കുന്ന എക്സാമാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് വരുന്നത്. ജില്ലാ തലത്തിലാകുമ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. നമുക്ക് അപ്ലൈ ചെയ്താലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു ഒരു പോസ്റ്റ് കൂടെയാണ് VFA എന്ന് പറയുന്നത്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. ഇനി ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പരീക്ഷകൾ നടക്കുന്നതിന് തൊട്ട് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബോൺ ബിറ്റ്വീൻ 2/1/1981 മുതൽ 1/1/2007 വരെയുള്ളവർക്കാണ്. പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ SSLC ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. പിന്നെ വേറൊന്നും ഇതിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടില്ല. നമ്മുടെ ഇതിൻ്റെ VFAയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കും SSLC ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക VFA പരീക്ഷ. അപ്പോൾ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ നോക്കിയിരിക്കുന്നതാണ് VFA പരീക്ഷ. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലാണ്, നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ഇഷ്ടം വെക്കാനുള്ളത്, അതുപോലെ തന്നെ വേക്കൻസീസും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ നിയമന നിലയൊക്കെ നോക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഏത് ജില്ലയിലാണ് വെക്കേണ്ടതെന്നുള്ളത് വെച്ച് അപ്ലൈ ചെയ്യുക. ഇന്നു മുതൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു തസ്തികയിലോട്ട് പോവാം. അടുത്തത് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിവിൽ എക്സൈസ് ഓഫീസറാണ്. ഇതും ജില്ലാ തലത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത് കാറ്റഗറി ബാർ നമ്പർ 564/2025 ആണ് കാറ്റഗറി നമ്പർ വരുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ CEO പരീക്ഷ. അതിൻ്റെ CEOയുടെ അതായത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. നല്ലൊരു ശമ്പള സ്കെയിലാണ് വരുന്നത്. അതിൽ നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് 14 ജില്ലകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജില്ലാ തലത്തിൽ നടക്കുന്ന ഒരു പരീക്ഷ കൂടിയാണ്. 14 ജില്ലകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ജില്ല എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം സിവിൽ എക്സൈസ് ഓഫീസറിനൊക്കെ അത്ര വേക്കൻസീസും കാര്യങ്ങളൊന്നും വരാറില്ല. അതായത് നമ്മൾ CPO അപ്ലൈ ചെയ്യുന്ന ഒരാൾ എന്തായാലും സിവിൽ എക്സൈസ് ഓഫീസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും യൂണിഫോം പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റേതായ ഇത് വരും. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ +2 ആണ് കേട്ടോ. സിവിൽ എക്സൈസ് CPOയുടെ സെയിം തന്നെ ക്വാളിഫിക്കേഷൻ +2 ആണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതിന് തൊട്ട് ഇവിടെ ഏജ് ലിമിറ്റ് വ്യത്യാസമുണ്ട്. 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാം. അതായത് 2/1/1994 മുതൽ 1/1/2006 ഉള്ള ജനറൽകാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ OBCക്കും SC/STക്കും അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. അപ്പം നോക്കാം, നമുക്ക് 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ്, ഡിസ്ട്രിക്ട് വൈസ് ആണ്. അതുപോലെ തന്നെ +2 ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അത്രയുമാണ് വരുന്നത് കേട്ടോ. അപ്പം ഹൈറ്റ് എന്ന് പറയുന്നത് 165 സെൻറ്റിമീറ്ററാണ് ഇവിടെ വേണ്ടത്. ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ കുറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, സിവിൽ എക്സൈസ് ഓഫീസർ വന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്യുക. +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജില്ലയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 14 ജില്ലകളിലാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മെയിൽസിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ് സിവിൽ എക്സൈസ് ഓഫീസർ അപ്ലൈ ചെയ്യേണ്ട ഏജ് ലിമിറ്റ് കേട്ടോ. അതുകൂടെ ഒന്ന് ഓർത്ത് നോക്കുക. അടുത്ത തസ്തിക നോക്കാം. അടുത്ത തസ്തിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സർവീസിലെ റെസ്ക്യൂ ഓഫീസർ, അതായത് നമ്മുടെ ഫയർമാൻ തസ്തിക. അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 551/2025 ആണ്. ശമ്പള സ്കെയിൽ വരുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. ഇത് സ്റ്റേറ്റ് വെയ്ഡ് എക്സാമാണ്. ഫയർമാൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് വെയ്ഡ് എക്സാം. നമ്മൾ കഴിഞ്ഞ ഫയർ വുമൺ പരീക്ഷ കഴിഞ്ഞില്ലേ, അതുപോലെ തന്നെ ഫയർമാനും സ്റ്റേറ്റ് വെയ്ഡ് എക്സാമാണ് കേട്ടോ. സംസ്ഥാന തലത്തിൽ നടക്കുന്ന എക്സാമാണ്. ഏജ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് ഏജ് ക്രൈറ്റീരിയ വരുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. പിന്നെ +2 ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. അപ്പം നോട്ട് ചെയ്ത് വെച്ചോ, ഫയർമാൻ പരീക്ഷ +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സംസ്ഥാന തലത്തിൽ നടക്കുന്ന പരീക്ഷയാണ്. അടുത്തൊരു പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ്. WCPO പരീക്ഷയാണ് കേട്ടോ. അപ്പം നമ്മുടെ പെൺ സുഹൃത്തുക്കളുണ്ടെങ്കിൽ, അത് കൂട്ടുകാരികളുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പരീക്ഷയാണ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ. അതിൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത് 31,100 മുതൽ 66,800 വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. WCPO പരീക്ഷ എപ്പോഴും സംസ്ഥാന തലത്തിൽ നടക്കുന്ന പരീക്ഷയാണ് WCPO. അതുപോലെ തന്നെ കാറ്റഗറി ബാർ നമ്പർ 550/2025 വരെയാണ് വരുന്നത്. പിന്നെ ഏജ് ലിമിറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞതിട്ട് തന്നെ CPOയുടെ പോലെ തന്നെ 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ +2 ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. പിന്നെ ഹൈറ്റ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 157 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ട കേട്ടോ.
157 ജനറലും OBCക്കും വേണ്ടത്. പിന്നെ 150 ഷെഡ്യൂൾഡ് കാസ്റ്റും അത് SC/STക്ക് 150 അല്ലാത്തവർക്ക് 157 ഹൈറ്റ് വേണ്ടത്. അത് ജസ്റ്റ് അറിഞ്ഞാൽ മതി. അപ്പോൾ 157 ഹൈറ്റുള്ള ജനറലുകാർക്കും OBCക്കാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 150 ഹൈറ്റുള്ള അത് 150 വരെയാണ് SC/STക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് നോക്കുക, +2 ക്വാളിഫിക്കേഷനാണ്. WCPO പരീക്ഷ സംസ്ഥാന തലത്തിൽ നടക്കുന്ന പരീക്ഷയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ ആദ്യം ഏതായിരുന്നു പറഞ്ഞത്, നമ്മൾ വിവിധ ബറ്റാലിയനുകളിലെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ കാറ്റഗറി നമ്പർ 563/2025 അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് നമ്മൾ പറഞ്ഞത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. ജില്ലാ തലത്തിൽ നടക്കുന്ന പരീക്ഷ 571/2025 SSLC ആണ് ക്വാളിഫിക്കേഷൻ. ഇപ്പം മുതൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് നമ്മൾ പറഞ്ഞത് സിവിൽ എക്സൈസ് ഓഫീസർ ആണ്. സിവിൽ എക്സൈസ് ഓഫീസർ 14 ജില്ലകളിൽ നടക്കുന്ന പരീക്ഷയാണ്. കാറ്റഗറി നമ്പർ 564/2025 ഇപ്പോൾ മുതൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഫയർമാൻ ആണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കാറ്റഗറി നമ്പർ 551/2025 ആണ്. ലാസ്റ്റിൽ പറഞ്ഞത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ്. WCPA പരീക്ഷയാണ്. അത് 550/2025. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്കെല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് വെക്കുക. അപ്ലൈ ചെയ്തിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതൊരു പരീക്ഷയ്ക്കും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇടുന്നതാണ്. മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ്. അതുപോലെ തന്നെ CPO WCPOയുടെ സ്പെഷ്യൽ ടോപ്പിക്സ്, CPO WCPO സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നാണല്ലോ, അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ്, അതുപോലെ തന്നെ നമ്മുടെ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ്, അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പരീക്ഷയോട് അടുക്കും തോറും നമ്മുടെ ചാനലുകളിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ക്ലാസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മന്ത്ലി വൈസ് കറണ്ട് അഫയേഴ്സ്, ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് മാക്സിമം. പിന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതുപോലെയുള്ള പെട്ടെന്നുള്ള PSC-യുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയി ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് തന്നെ വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ടെസ്റ്റുകളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നമുക്കറിയാവുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിക്ക് എപ്പോഴും പറയാനുള്ളത് പോലെ പറയുന്നു, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നമ്മൾ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ടൈം പോവും. ലാസ്റ്റ് ഡേറ്റ് 14/1/2027 എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ബറ്റാലിയനൊക്കെ അപ്ലൈ ചെയ്യുന്നവർ നിങ്ങൾ ഇഷ്ടപ്പെട്ട ബറ്റാലിയൻ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ VFA ഇഷ്ടപ്പെട്ട ഡിസ്ട്രിക്റ്റൊക്കെ നോക്കി വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു ക്ലാസ്സിനും അതുപോലെ പുതിയ അപ്ഡേറ്റ്സുകളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.